ഞാൻ ഡോക്ടർ ധീരജ്. എല്ലുകളുടെ ആരോഗ്യം. ഒരു 45-50 വയസ്സ് കഴിഞ്ഞ ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു പ്രശ്നമാണ് സന്ധിവേദന. മുട്ടുവേദന ആയിരിക്കാം, അല്ലെങ്കിൽ നടുവേദന ആയിരിക്കാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അവർ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയും, ഡോക്ടറെ തേയ്മാനാണ്, പ്രായമൊക്കെ ആയാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, എന്തെങ്കിലും വേദനയ്ക്കുള്ള മരുന്ന് തരാൻ പറയും. ഇത് ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ്. ഈ തേയ്മാനത്തിന് കൃത്യസമയത്ത് നമ്മൾ കൃത്യമായ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. നമ്മുടെ അസ്ഥി ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അങ്ങനെ കുറേ മൂലകങ്ങളാണ്. മഗ്നീഷ്യം, സിങ്ക്, ബോറോൺ, ഇതെല്ലാം കൂടി കൂടിച്ചേർന്നാണ്, ഈ മിനറലുകളെല്ലാം കൂടി കൂടിച്ചേർന്നാണ് അസ്ഥിക്ക് ഒരു കട്ടി, ഹാർഡ്നെസ് കൊടുക്കുന്നത്. പക്ഷെ അസ്ഥിക്ക് കട്ടി മാത്രം മതിയോ? അപ്പോൾ നല്ല കട്ടിയുള്ളൊരു സാധനത്തിലേക്ക് ഒരു ഫോഴ്സ്, ഒരു ബലം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് ഒടിഞ്ഞു പോകും അല്ലേ. അതേസമയത്ത് ആ സാധനം കുറച്ചൊന്ന് വഴങ്ങി കൊടുക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള സാധനമാണെങ്കിൽ അത് ഒടിയില്ല. അപ്പം അങ്ങനെ അസ്ഥിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ഒരു സാധനം കൂടിയുണ്ട്. പല ആളുകളും വിട്ടുപോകുന്നതാണ് കൊളാജൻ. ടൈപ്പ് 1 കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ. അസ്ഥിയിൽ ഒരു 30-35% ഈ കൊളാജനാണുള്ളത്. മനസ്സിലായില്ലേ? പല ആളുകളും അസ്ഥിയുടെ തേയ്മാനത്തിന് കാൽസ്യം എടുക്കാറുണ്ട്, പക്ഷെ കൊളാജന്റെ കാര്യം വിട്ടുപോകും പല ആളുകളും. അപ്പം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൃത്യമായ പ്രപ്പോർഷനിൽ നമ്മളുടെ ശരീരത്തിൽ അസ്ഥികളിൽ ഉള്ളപ്പോഴാണ് നല്ല ബലമുള്ള, ആരോഗ്യമുള്ള അസ്ഥികൾ നമുക്കുണ്ടാവുക. മനസ്സിലായില്ലേ? ഇനി ആർക്കൊക്കെയാണ് ഈ തേയ്മാനം ഉണ്ടാവാൻ സാധ്യതയുള്ളത്? പ്രധാനമായിട്ട് സ്ത്രീകളിൽ മെനോപോസിന് ശേഷം, ഒരു 45-50 വയസ്സിന് ശേഷം, ആർത്തവ വിരാമത്തിന് ശേഷം ഈസ്ട്രജൻ്റെയൊക്കെ അളവ് കുറയുന്നത് കൊണ്ട് അസ്ഥികളുടെ ആരോഗ്യത്തെ അത് ഗുരുതരമായിട്ട് ബാധിക്കാം. പിന്നെയുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. പല ആളുകളും വിട്ടുപോകുന്നൊരു കാര്യമാണ് ഈ ഉപ്പിൻ്റെ ഉപയോഗം. ഉപ്പെന്ന് പറയുമ്പം സോഡിയം ക്ലോറൈഡ് ആണ്. അതിൽ ഈ സോഡിയം അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് അസ്ഥികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാറുണ്ട്. നമ്മൾ ഈ പാക്കറ്റിൽ വരുന്ന മിക്ക ആഹാരത്തിലും, പ്രോസസ്ഡ് ഫുഡിലെല്ലാം സോഡിയം ആഡ് ചെയ്താണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ശീതളപാനീയങ്ങൾ കുടിക്കുമല്ലോ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഫോസ്ഫോണിക് ആസിഡ് എന്നൊക്കെ പറയുന്ന ചില പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ഇത് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. പിന്നെ കോഫി അമിതമായിട്ട് കുടിക്കുക ഒരു പ്രായത്തിന് ശേഷം, അതും ദോഷമാണ്. നമ്മുടെ ഒരു ആഹാര രീതി എങ്ങനെയാണ് മലയാളികളുടെ? ചോറ് കൂടുതലായിട്ട് കഴിക്കും അല്ലേ. ഞാൻ പറഞ്ഞ പോലെ ഈ കാൽസ്യം അല്ലെങ്കിൽ കൊളാജൻ പോലുള്ള സാധനങ്ങൾ കിട്ടിയാലേ അസ്ഥികളുടെ കൃത്യമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ പറ്റും. അത് കിട്ടണമെങ്കിൽ അത് അടങ്ങിയിട്ടുള്ള ആഹാരം നമ്മൾ കൂടുതലായിട്ട് കഴിക്കണം. ഈ ചോറിൻ്റെ അകത്ത് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കാര്യമായ രീതിയിലില്ല. അപ്പം അത് അടങ്ങിയ ആഹാരങ്ങൾ, ഇലക്കറികളായിരിക്കാം, മറ്റ് പച്ചക്കറികളായിരിക്കാം, പയറായിരിക്കാം, മുട്ടയായിരിക്കാം, മീനായിരിക്കാം, അതുപോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. മനസ്സിലായില്ലേ? പിന്നെയുള്ളത്, നമുക്ക് ശാരീരിക അധ്വാനം ഇല്ല, നമ്മൾ ഇരുന്നുകൊണ്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അസ്ഥികളുടെ ആരോഗ്യം വീണ്ടും മോശമായിട്ട് വരും. നമ്മളുടെ പേശികൾ ലൂസായി വരുന്നു, നമ്മളുടെ മസിലുകൾ വീക്കായി വരുന്നതും അസ്ഥികളുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കും. പിന്നെ ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് വരാം. അസ്ഥികളുടെ ആരോഗ്യത്തെ ഗുരുതരമായിട്ട് ബാധിക്കാം. മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും, ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, ഇപ്പോൾ ഡയബറ്റിക്, വളരെ ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സർക്കുലേഷനൊക്കെ അത് ബാധിക്കും. നമ്മുടെ വെസൽസ് ഒന്നും കൃത്യമായിട്ട് ബ്ലഡ് വെസൽസ് ഒന്നും കൃത്യമായിട്ട് ബ്ലഡ് എത്തിക്കില്ല അസ്ഥികളിൽ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ ശ്രദ്ധിച്ചാലും അസ്ഥികളുടെ ആരോഗ്യം ഇമ്പ്രൂവ് ആവണമെന്ന് ഇല്ല. മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ അസ്ഥി കൃത്യമായ സ്ട്രെങ്തിലാണ് ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഉണ്ട്. ഇപ്പം ബോൺ ഡെൻസിറ്റി സ്റ്റഡി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്കാനിങ്ങുകളുണ്ട്. ഇത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം ആരോഗ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ അസ്ഥികൾ ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് നല്ലതാണ്. ട്രീറ്റ്മെൻറ്റിന് മുമ്പ് നമ്മളത് എടുക്കുന്നതും ഒരു ചികിത്സയ്ക്ക് ശേഷം എന്ത് മാറ്റം വന്നു എന്നുള്ളത് കൃത്യമായി മോണിറ്റർ ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? ഇനി അസ്ഥികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഹാരം ഒരു ബാലൻസ്ഡാക്കുക, സമീകൃത ആഹാരം. ഞാൻ ഈ പറഞ്ഞ പോലെ കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇതുപോലുള്ള സാധനങ്ങൾ എന്തിൽ നിന്നാണ് കിട്ടുക? ഇപ്പോൾ കാൽസ്യം ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടും. മുട്ട എന്ന് പറയുന്നത് നല്ലൊരു കാൽസ്യത്തിൻ്റെ, അതുപോലെ തന്നെ കൊളാജൻ പോലുള്ള സാധനങ്ങളുടെയും ഒരു നല്ലൊരു സോഴ്സാണ്. പിന്നെ ചെറു മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കൊഴുവ പോലുള്ള മീൻ, മത്തി പോലുള്ള മീൻ, അതുപോലുള്ള മീനുകളിൽ നിന്നെല്ലാം നമുക്ക് ധാരാളമായിട്ട് കാൽസ്യവും വൈറ്റമിൻ ഡി, അതുപോലെ തന്നെ കൊളാജൻ പോലുള്ള സാധനങ്ങളൊക്കെ കിട്ടും. നല്ല പച്ച നിറത്തിലുള്ള ഗ്രീൻ ലീ വെജിറ്റബിൾസ്, ബ്രൊക്കോളി, അതുപോലെ തന്നെ പംകിൻ സീഡ്, നട്ട്സ്, ഇതുപോലുള്ള ആഹാരങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നതിലേക്ക് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത്യാവശ്യം നമ്മൾ എക്സർസൈസ് ചെയ്യുക. എക്സർസൈസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വെയിറ്റ് എടുത്തിട്ടുള്ള എക്സർസൈസുകൾ ചെയ്താലേ അത് അസ്ഥികളുടെ ആരോഗ്യത്തിനും മസിലുകളുടെ ആരോഗ്യത്തിനും ഇമ്പ്രൂവ് ആകാൻ സഹായിക്കത്തുള്ളൂ. വെറുതെ നടന്നതുകൊണ്ട് മാത്രം അസ്ഥികളുടെ ആരോഗ്യത്തിന് വലിയ കാര്യമായ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവണമെന്നില്ല. പിന്നെ നമ്മളുടെ ഉറക്കം കൃത്യമാക്കുക,
നമ്മളുടെ പോസ്ചർ, നമ്മൾ കിടക്കുന്ന ബെഡ്, അതുപോലെ തന്നെ ഇരിക്കുന്ന സ്ഥലം, ഇതെല്ലാം കൃത്യമായിട്ടുള്ള പോസ്ചറിലാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതൊക്കെ ശ്രദ്ധിച്ചാലും ചില ആളുകൾക്ക് ഡൈജഷൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും, ഡൈജസ്റ്റ് ചെയ്യില്ല. ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പല ആളുകളും കാൽസ്യം സപ്ലിമെൻ്റ് എടുക്കാറുണ്ട്. ഈ കാൽസ്യം സപ്ലിമെൻ്റ് എടുക്കുന്ന സമയത്ത് അത് കാൽസ്യം ഏത് ഫോമിലാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. ആഹാരത്തിലൂടെ കിട്ടുന്ന കാൽസ്യം പോരാ, നമ്മുടെ ശരീരത്തിൽ വളരെ കുറവാണ് കാൽസ്യം എങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ അതിൻ്റെ ഡോസ്, അതുപോലെ ഏത് കാൽസ്യം സിട്രേറ്റ് ഉണ്ട്, കാൽസ്യം കാർബണേറ്റ് ഉണ്ട്, ഇതിലേതാണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്, അത് എത്ര ഡോസിൽ എടുക്കണം, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ കാൽസ്യം എടുക്കും, പക്ഷേ വൈറ്റമിൻ ഡിയും മാഗ്നീഷ്യവും ഒക്കെ അവരുടെ ശരീരത്തിൽ കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു കാൽസ്യം എടുത്താലും ഈ കാൽസ്യം നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വൈറ്റമിൻ ഡിയും മഗ്നീഷ്യവും ഉണ്ട്, ശരീരത്തിൽ ആവശ്യത്തിന് സഫീഷ്യൻ്റ് ആയിട്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നമ്മൾ കാൽസ്യം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. മനസ്സിലായില്ലേ? ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാലും അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതിനും അതിനെ അബ്സോർബ് ചെയ്യുന്നതിനുമുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിന് ഇല്ലെങ്കിൽ പ്രശ്നമാകും, അല്ലേ? അതുപോലെ തന്നെ ഈ വലിച്ചെടുത്ത ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ രക്തക്കുഴലുകളിലൂടെ എത്തണം. അപ്പോൾ നമ്മുടെ സർക്കുലേഷൻ അത്ര പ്രോപ്പർ അല്ല, നമ്മുടെ മൈക്രോ വെസൽസ് ഇതിനൊക്കെ അടവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പ്രശ്നമാകും. ബോൺസിന് കൃത്യമായിട്ട് ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം? അവിടെയാണ് നമ്മൾ ആയുർവേദത്തിൽ ചികിത്സയിലേക്ക് പോകുന്നത്. കൃത്യമായിട്ടുള്ള ചികിത്സകൾ ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അതിനോടൊപ്പം തന്നെ ഈ ന്യൂട്രിയൻസ് എല്ലാം സപ്ലൈ ചെയ്യുമ്പോഴാണ് കൃത്യമായ ചികിത്സയിലേക്ക് പോവുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എക്സർസൈസുകൾ കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഈ തേയ്മാനം എന്ന് പറയുന്നതിന് പറഞ്ഞു വന്നത് കൃത്യമായ ചികിത്സയുണ്ട്, അത് കൃത്യമായ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ വേദന, മുട്ടുവേദന, നടുവേദന ഇതുപോലുള്ള വേദനകളോടുകൂടി ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. നല്ല മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് എല്ലുകളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയാനുള്ളത്.